ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്ന ഏതിൻ്റെ അടുത്താണെന്നറിയോ? ഈ ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി. ഈ പൊന്നാങ്കണ്ണിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയാണുള്ളത് അവിടെ പോയി വാങ്ങിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ കണ്ണിന് പൊന്ന, പകൽ പോലും നമ്മൾ നക്ഷത്രത്തെ കാണാൻ കഴിയുന്ന അത്രക്കും കണ്ണ് ക്ലിയർ ആയിരിക്കുന്ന ഇത് കഴിച്ചാൽ, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കഴിച്ചാൽ. പിന്നെ കരൾ സംബന്ധമായ അസുഖത്തിന്, ചൊറിച്ചിലിന്, അതിനൊക്കെ ഇത് ബെസ്റ്റാന്നാണ് പറയുന്നത്. സാലഡിലൊക്കെ ഇത് ഉപയോഗിക്കും പോലും. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാ. ഇതിന്റെ ഒരു കമ്പ് ഒരു പാത്രത്തിൽ ചിരട്ടയിലൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എവിടെയും നട്ടുപിടിപ്പിക്കാം. ഇത് ഞാൻ കണ്ടില്ല നട്ടുപിടിപ്പിച്ചത്. ഞാൻ ഇങ്ങനെ ആ കുളത്തുപോലെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ തട്ട് 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 കുപ്പി, പ്ലാസ്റ്റിക് കുപ്പിന്റെ പള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെ കമ്പ് കൊണ്ടുപോയി നട്ടതാ. ഞാൻ ഇത്രയും ഇങ്ങനെ ഉഷാല് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു നടുമ്പോ. അങ്ങനെ ഇത് മൂടിപ്പോയി, കുപ്പിയെ കാണാത്ത രീതിയിൽ മൂടിപ്പോയിട്ട് അതൊക്കെ ഹാങ് ചെയ്ത് നടാ. അപ്പൊ നമുക്ക് കൃഷി ഇങ്ങനത്തെ ഈ പൊന്നാങ്കണ്ണി നട്ടുപിടിപ്പിക്കാൻ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട. നമുക്ക് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഹാങ് ചെയ്ത് ഇങ്ങനെ തൂക്കിയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മഴയത്തും വെയിലത്തും തണുപ്പിനും ചൂടിലും ഒക്കെ വളരുന്ന ഒരു ചെടിയായി ഇത്. ഇതിന്റെ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങ് നട്ടാൽ മതി. നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലാണെങ്കിൽ കുറച്ച് നനച്ചു കൊടുത്താൽ ഇരുന്നാലും ഉഷാറിലുണ്ടായിക്കോളൂ. അപ്പൊ നമ്മള് കാഴ്ച എന്ന് പറഞ്ഞാൽ വയസ്സാവും തോറും മൊബൈലിൽ നോക്കി നിൽക്കലാണല്ലോ ഇപ്പൊ എല്ലാവരും, ഞാനടക്കം എല്ലാവരും. അപ്പൊ കാഴ്ചക്ക് പ്രശ്നം വരുമല്ലോ. അപ്പൊ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാല് ബെസ്റ്റാ. നമുക്ക് കണ്ണി നല്ല തെളിച്ചുണ്ടാവും. പിന്നെ വളർന്നു വരുന്ന മക്കൾക്ക്, എല്ലാ മക്കളും ഓൺലൈൻ പഠനവും കാര്യങ്ങളൊക്കെ മൊബൈലിൽ നോക്കി നിൽക്കുന്നവരാണല്ലോ. അപ്പൊ കണ്ണിന് നല്ല കാഴ്ച ശക്തി വർദ്ധിക്കാനുള്ള ബെസ്റ്റ് മരുന്നായത് ഈ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പൊന്നാങ്കണ്ണി ചീര ഞാൻ നട്ടുപിടിപ്പിച്ച പോലെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് എത്ര എവിടെയൊക്കെ പിടിപ്പിക്കാന്നറിയോ? നിലത്ത് പിടിപ്പിക്കുക, ഇങ്ങനെ തൂക്കിയിട്ട് പിടിപ്പിക്കുക, ഓരോ പാത്രത്തിൽ പിടിപ്പിക്കുക, ചിരട്ടയിൽ പിടിപ്പിക്കുക. നമുക്ക് മനസ്സിൻ്റെ പല സ്ഥലത്ത് ഇത് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ ദിവസേന കുട്ടികൾക്കൊക്കെ കൊടുക്കാം. മരുന്നടിക്കാത്ത നല്ല ഇലക്കറികളെ, മറ്റു ഇലക്കറികളെ പോലെ തന്നെയാണ് ഇതും. ഇതിന് കുറച്ച് കൂടുതൽ നല്ല കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പേര് പോലെ തന്നെ പൊന്നാങ്കണ്ണി. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ഞാൻ തിരിച്ചറിയാനുള്ളൊരു മാർഗം എന്താണെന്നറിയോ? ഇത് വെയിൽ കൊണ്ടിട്ടാണ് ഈ ചെടി വളരുന്നതെങ്കിൽ ഇതിന്റെ കളർ ഇങ്ങനെയാണ്. വെയിലത്താകുമ്പോൾ ഒരു സൈസ് ചോപ്പ് കളർ ഇങ്ങനെ കണ്ടില്ല. ഇതൊക്കെ ഒരു ചോപ്പ്. വെയിൽ കൊള്ളാതെയാണ് ഇത് വളരുന്നത്. തണലത്തൊക്കെ വളരുകയാണെങ്കിൽ ഇതിന്റെ ഇല പച്ച കളറാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. പൊന്നാങ്കണ്ണിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ പൊങ്ങിയൊന്നും വരൂല, കുറച്ചിങ്ങനെ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇതങ്ങനെ പടർന്നു നിൽക്കും. പിന്നെ ഇത് നല്ല പിന്നെ അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഒന്നിലല്ല നട്ടുള്ളൂ. ഇത് എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ഇതുപോലെ പിടിപ്പിച്ചത് ഒരു അലങ്കാര നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ എന്റെ പൊന്നാങ്കണ്ണി വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.